ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ഡ്രാമയാണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോനാണ്. ഹീറോ ആണെങ്കിൽ ഒരു ടോപ്പ് കമ്പനിയുടെ സിഒയാണ്. അപ്പോൾ ഈ ടൈമിൽ ഇവൻ ഓഫീസിലേക്ക് എൻ്റർ ആവാണ്. അങ്ങനെ ഒരുപാട് സ്റ്റാഫ്സൊക്കെ അവന് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. ഈ സെക്രട്ടറി പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ മേലൊരു കണ്ണുണ്ട്. ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100% ഫാമിലി മാനാണ്. അവൻ്റെ വൈഫാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ മീറ്റിങ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പെണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് ഇവിടേക്ക് പ്രസിഡന്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രസിഡന്റ് എന്ന് വെച്ചാൽ വേറെ ആരല്ല, നമ്മുടെ ഹീറോൻ്റെ വൈഫാണ്, ഹീറോയിനാണ്. ഇവളാണെങ്കിൽ ഇവിടെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഈ പെണ്ണ് പറയുന്നുണ്ട്, പ്രസിഡന്റ് വരുന്നുണ്ടോ ഉവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സെക്രട്ടറി ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് കുറച്ച് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട്, എൻ്റെ മാരേജ് കഴിഞ്ഞതാണ്, എനിക്ക് വൈഫുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവളെ വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണാണെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. ഇവളാണെങ്കിൽ ഓഫീസിലേക്ക് വരാണ്. നമ്മുടെ ഹീറോയിനെ ആക്ച്വലി ഇവിടെ ആരും കണ്ടിട്ടില്ല. ഹീറോയിനാണ് ഇവിടുത്തെ പ്രസിഡന്റ്. ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളോട് ഒന്ന് വരാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവൾ ഓഫീസിലേക്ക് എൻ്റർ ആവേണ്ടി ഈ ടൈമിൽ ഹീറോ വരുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവൻ്റെ വാച്ച് മറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. ഹീറോയും വന്നിട്ട് ഈ വാച്ച് കൊടുത്തിട്ട് പറയാണ്, അല്ല നീ എന്താലോചിച്ചിട്ടാണ് ഓഫീസിൽ പോകണമെന്നൊക്കെ ചോദിക്കേണ്ടത്. ആ സമയത്ത് ഹീറോ പറയാണ്, പെട്ടെന്ന് ഞാൻ മറന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, എന്താ നിനക്ക് വല്ല സീക്രറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നീ അറിയാത്ത എന്ത് സീക്രട്ടാണ് എൻ്റെ ലൈഫിലുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയും പറയുന്നുണ്ട്, ഒരു ബിഗ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ചെവിയിൽ പറയാണ്, ഞാൻ പ്രഗ്നൻ്റാന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് ഇയേഴ്സ് ആയതുകൊണ്ട് ഇവൾക്ക് ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവർ ഒരുപാട് കാത്തിരുന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. ആ ടൈമിലാണ് ഇവൾ പ്രഗ്നൻ്റ് ആയി. ഇവന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവൾ എടുത്ത് പൊക്കുന്നുണ്ട്. ഈ സമയത്ത് സെക്രട്ടറി ആണെങ്കിൽ ഇത് കാണി ഇവൾ കാണുന്ന സമയത്ത് ഇവൾ വിചാരിക്കുകയാണ്, ഇത് ഏതൊരു പെണ്ണാണ് നമ്മുടെ ഹീറോനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ചിന്തിക്കണം. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാനത് അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് വരാം, നീ എന്തായാലും ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഭയ പണ്ടാവും പോകുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ സെക്രട്ടറി വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഞാനാണ് ഇവിടുത്തെ പ്രസിഡന്റ് പറയുന്നത്. ഈ സമയത്ത് സെക്രട്ടറി പറയുകയാണ്, നീയോ പ്രസിഡന്റ്, നിന്റെ ലുക്ക് കണ്ടാൽ തന്നെ അറിയാം നീ ലോക്കലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് അപമാനിക്കേണ്ടത്. ഈ സമയത്ത് ഇവള് പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് പറഞ്ഞത്, ഇവിടുത്തെ സാറിൻ്റെ വൈഫാണ് ഞാനൊക്കെ പറഞ്ഞിട്ട് ഇവള് സംസാരിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ സെക്രട്ടറി പറയുന്നുണ്ട്, നീ പറഞ്ഞത് നോണയെന്ന് പറയുന്നുണ്ട്, നീ എത്രയും വേഗം ഇവിടുന്ന് പൊക്കും, ഞങ്ങളുടെ റിയൽ പ്രസിഡന്റ് വരുന്ന ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമാവില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ സെക്രട്ടറി പെണ്ണ് പറയാണ്, നമ്മുടെ സാറിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച പെണ്ണാണ് ഇവളെ പിടിച്ച് പുറത്താക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് സംസാരിക്കണം പറയുന്നുണ്ട്. അപ്പോൾ ഈ സെക്രട്ടറി പറയും, നീ എന്നെ വാൺ ചെയ്യാറായി, ഞാൻ ഇവിടുത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ടത്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ പിടിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ അവളെ ഭയങ്കര ക്രൂരായിട്ട് തന്നെ ടോർച്ചർ ചെയ്യണം അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാനാണ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവിടെ മീറ്റിംഗ് ഹോൾ നടക്കണം. അവിടേക്ക് നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടുത്തെ പ്രസിഡന്റ് ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരാരും പ്രസിഡന്റിനെ കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ ഹീറോയിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ് അവരെല്ലാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഹീറോയിനെ കോൾ ചെയ്തിട്ട് സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട്, അതായത് പ്രസിഡന്റ് വന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയേണ്ടി ഇല്ല വന്നുള്ള എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയിൻ്റെ വായൊക്കെ കുത്തി പിടിച്ചേക്കാണ്, അവളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് പറയാണ്, നമ്മൾക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവള് പ്രഗ്നൻ്റാന്ന് പറയുന്നുണ്ട്. നമ്മുടെ സാറിനെ സെഡ്യൂസ് ചെയ്തിട്ടാണ് ഇവള് പ്രഗ്നൻ്റ് ആയത്, ആ കൊച്ചു എന്തായാലും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ടി. ഈ സമയത്ത് ഹീറോയും പറയുന്നുണ്ട്, ഒന്നും ചെയ്യല്ല, ഞാൻ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ എന്തോ ഡൗട്ട്സ് തോന്നണം, അതായത് അവൾ എത്തേണ്ട ടൈമായല്ലോ, പിന്നെ എന്താണ് അങ്ങനെ പറയുന്നത് അവൻ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹീറോ നേരെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. വേറെ സ്റ്റാഫിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇവളെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ കാണിച്ച് അവർ പറയുകയാണ്, ഇല്ല ഞങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കണത്, അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവളെ കൊച്ചിനെ അബോർഷൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയേണ്ട ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. സെക്രട്ടറി ആണെങ്കിൽ കേൾക്കണില്ല. ഇവളാണെങ്കിൽ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിനെ അബോർഷൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ സൈൻ വാങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇവള് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് സീലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ സെക്രട്ടറി ആണെങ്കിൽ അതൊന്നും മനസ്സിലാക്കണില്ല. അവൾ പറയാണ്, ഇല്ല നീയല്ല പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ട്, നീ ഫ്രോഡാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇവളെ കയ്യിൽ ഫോണൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഈ പെണ്ണ് പറയാണ്, എത്രയും വേഗം കൊച്ചിനെ അബോർഷൻ ചെയ്ത് കാട്ടിക്കളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവൾ കരഞ്ഞ് പറയുന്നുണ്ട്, ഞാനാണ് പ്രസിഡന്റ് എന്നൊന്ന് വിശ്വസിക്കുന്നത് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുകയാണ് ഈ കുട്ടിക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ അതൊന്നും കേൾക്കണില്ല കേട്ടോ, ഈ സെക്രട്ടറി. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫൈനലാണെങ്കിൽ
ആഘോഷം ചെയ്ത് കളയാണ് കേട്ടോ, അതായത് കൊച്ചിനെ. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊന്നും അറിയണില്ല കേട്ടോ, കാരണം അവൻ എന്താ നടക്കണമെന്ന് പോലെ അറിയണില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ അവനെന്തോ ഡൗട്ട്സ് തോന്നി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അതായത് കൊച്ചിനൊക്കെ അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ട്, കാരണം അവർ ഒരുപാട് നാൾ ആഗ്രഹിച്ച് കൊച്ചാണ് ഇപ്പോൾ പോയത്. അങ്ങനെ അവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ സർജറി കഴിഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെക്രട്ടറി പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ഇവളോട് ചോദിക്കേണ്ടത് എന്താന്ന്. അപ്പോൾ നമ്മുടെ ഈ സെക്രട്ടറി പറയാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ചുമ്മാ ജസ്റ്റ് നോണ പറയാണ് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്ക് എന്തൊക്കെ ഡൗട്ട്സ് തോന്നി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കിയാണ് വരണത്, കാരണം ഓൾറെഡി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മിസ്സിങ് ആണ്, അവളെ ഫോണും കാണാനില്ല. അങ്ങനെ നമ്മുടെ ഹീറോ വന്ന് അവസാനം ഫൈനലി നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ കേട്ടോ, അതായത് കൊച്ചു പോയില്ലേ അതിൻ്റെ സങ്കടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിനക്കിപ്പോൾ ഹാപ്പി ആയില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ കാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോ പറയേണ്ട ഒക്കെ എൻ്റെ തെറ്റാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് വെറുതെ വിടാൻ പാടില്ല അവളെന്ന് പറയുന്നുണ്ട് കേട്ടോ, അതായത് നമ്മുടെ സെക്രട്ടറി പെണ്ണിനെ. എന്നിട്ട് നമ്മുടെ ഹീറോയിന് അടുത്ത് ഫോൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ഫോൺ കൊടുക്കണം. അങ്ങനെ ഇവളാണെങ്കിൽ ഫോണിൽ കോൾ ചെയ്യാണ് സെക്രട്ടറിനെ. അപ്പോൾ ഈ സമയത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ വോയിസ് അറിയാം. എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇന്ന് ഓഫീസിൽ നടത്തുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്രട്ടറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതായത് ഒരു പെണ്ണ് വന്നിങ്ങനെ സാറിൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്തു, ഞാനാണെങ്കിൽ ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊച്ചിനെ ആഘോഷം ചെയ്ത് കളഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഹീറോ കേൾക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയുകയാണ് ഇവിടെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സെക്രട്ടറി പെണ്ണിനോട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് വിഷമിക്കേണ്ട, അതിനുള്ളൊരു പ്രൊമോഷൻ നിനക്ക് എന്തായാലും തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കാതിൽ എന്തോ പറയുന്നുണ്ട് കേട്ടോ, അതായത് നമ്മുടെ സെക്രട്ടറിനെ മീറ്റ് ചെയ്യാനാണ് പറയണത്. നമ്മുടെ ഹീറോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവനാണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ സെക്രട്ടറി പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ സെക്രട്ടറിൻ്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാണ്. അത് നമ്മുടെ ഹീറോയും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇവളുടെ അടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇവളെ ടച്ചൊക്കെ ചെയ്യേണ്ട ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ അതിനേക്കാൾ ഓവറായിട്ട് ആക്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, അതായത് ഓഫീസിൽ നടന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വൺ ബൈ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവളെ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നീ പോയി നിൻ്റെ ജോബ് നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവനെ വേണ്ടിയിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് വരാണ്, നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. എന്നിട്ട് പറയാണ് നീ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈവ് സ്ട്രീം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ലൈവ് സ്ട്രീമാണ്. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട് കേട്ടോ. ഹീറോയിനെ കാണുന്ന സമയത്ത് ഈ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ എന്തിപ്പോൾ എവിടെയും ചോദിക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയതൊന്നും പോലും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയ്ക്ക് കോൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവൻ ഇവിടേക്ക് വരാമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ ഹസ്ബൻഡ് വന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഹീറോനെ കാണിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആരൊക്കെ അറ്റാക്ക് ചെയ്തേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ഹീറോ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവരെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യണ 3 ലേഡീസാണ്. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയുകയാണ് നമ്മുടെ ഹീറോയിനെ പണിഷ്മെൻറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇവള് പൊട്ടസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ചടിക്കാൻ കേട്ടോ അവിടെ വെച്ചിട്ട്. ഇതാണ് ലൈവ് സ്ട്രീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. അപ്പോൾ ഇതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പായി വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഹീറോയിനെ പിടിച്ചിട്ട് പറയണം നീ ഓക്കെ അല്ലേ ചോദിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ എനിക്കുണ്ട്. അത് കാണുന്ന സമയത്ത് ഇവരൊക്കെ പേടിക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞൊരു റിച്ചസ്റ്റ് മാനാണ്. അങ്ങനെ ഹീറോ പറയാണ് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ മേൽ കൈവയ്ക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഈ സെക്രട്ടറിക്ക് ഒരു ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് ചോദിക്കുകയാണ് വൈഫും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ പറയേണ്ട അതേ വൈഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ബോഡി ഗാർഡ്സൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവർ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് ഗ്രീറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇവരുടെ ഗെറ്റപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ സെക്രട്ടറി പെണ്ണ് പറയുകയാണേ നീ ആക്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വാടകയ്ക്ക് കൊണ്ടുവന്നേക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എത്രയാണ് ഇവരുടെ ഫീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ ബോഡി ഗാർഡ്സിനൊക്കെ ആണെങ്കിൽ ഇവൾ അപമാനിക്കേണ്ടത്. ഈ സമയത്ത് ബോഡി ഗാർഡ്സിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോഡി ഗാർഡ് എന്ത് ചെയ്യുന്നു പറയട്ടെ നമ്മുടെ സെക്രട്ടറി പെണ്ണിനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തു കഴിഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ ഒറിജിനൽ
ഒറിജിനൽ ബോഡി ഗാർഡ്സാണ്, ഇതാണ് മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ഒന്ന് ഷോക്കാവാൻ വേണ്ടിയിട്ടാ, എന്ത് മാഡമെന്നോ. അപ്പോൾ പറയണ അതേ മാഡം ഈ ഓഫീസിലെ പ്രസിഡൻ്റാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താണ് ഈ മാഡത്തെ ബുള്ളി ചെയ്തെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോയിൻ ഫോൺ ചോദിക്കുന്നുണ്ട്. അതായത് ഫോൺ കോളിൽ മാത്രമാണ് അവൾക്ക് അറിയുള്ളൂ, പ്രസിഡൻ്റാന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അത് നമ്മുടെ ഹീറോയിനാണ് പ്രസിഡന്റ്, നമ്മുടെ സെക്രട്ടറിക്ക് അറിയില്ല, ജസ്റ്റ് അവൾ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിനല്ല കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്ക് കൺഫേം ആവുന്നുണ്ട് ഇവള് തന്നെയാണ് ഇവിടുത്തെ പ്രസിഡന്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ആകെ വിറച്ച് അവളെ ഫോണൊക്കെ നിലത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് ഇന്ന് എൻ്റെ ടേണാന്ന് പറയുന്നത്, അതായത് നീ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ തിരിച്ച് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പെണ്ണാണെങ്കിൽ പേടിച്ചിട്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കാലിൽ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ് ഞാൻ ആരോട് ക്ഷമിച്ചാലും നിന്നോട് മാത്രം ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നീ എൻ്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കി, അതായത് ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൊച്ചിനില്ലാതാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ സെക്രട്ടറി കൊണ്ടുവന്ന 3 ബിൽഡിംഗ് സ്ത്രീകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ സ്ത്രീകളെ വിളിക്കേണ്ടത് നമ്മുടെ ഹീറോയിൻ ഉണ്ടാ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിനക്കെതിരുള്ള തെളിവുകളൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ റെക്കോർഡ് ചെയ്ത ഇതുണ്ടല്ലോ പെൻ ഡ്രൈവർ, അതാണെങ്കിൽ ഇവിടെ അടുത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ സെക്രട്ടറിക്ക് മനസ്സിലാണ് ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ലൈവ് സ്ട്രീമായിട്ട് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് അവനത് ഓൺ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ആൾക്കാർ അറിയണ്ട. അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പറയണം അപ്പോൾ ഇവളാണ് ആക്ച്വലി പൊട്ട സ്ത്രീ എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സെക്രട്ടറി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇവൾക്കുള്ള പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്കുള്ള പ്രമോഷൻ ഞാൻ തരാമെന്ന് പറഞ്ഞത്. ഇത് കേൾക്കണ താമസം ഈ 3 സ്ത്രീകളുണ്ടല്ലോ, ഇവർ 3 പേരും നമ്മുടെ ഈ സെക്രട്ടറി പെണ്ണിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് നീ എന്നോട് ചെയ്തതിനൊക്കെ നിനക്ക് ഇവിടെ കിട്ടാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്കെന്ന് പറയുന്നത് ഒരു ഇളവുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ 3 സ്ത്രീകളുണ്ടല്ലോ, അവർ 3 സ്ത്രീകളും വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് നിങ്ങൾ എന്നോട് ചെയ്തതിന് ഡബിൾ ഇരട്ടി ഇവളെടുത്ത് ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞ് സംസാരിക്കേണ്ട. അങ്ങനെ നമ്മുടെ സെക്രട്ടറി പെണ്ണിനാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യാണ് കേട്ടോ. ടോർച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യാണ്. എഗ്ഗൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഫേസിലൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ പെണ്ണ് പറയാണ് എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ പറയാണ് നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കണമെങ്കിൽ നീ എൻ്റെ കൊച്ചിനെ തിരിച്ചു തരാൻ പറയുന്നുണ്ട് കേട്ടോ. അത് നിനക്ക് ഒരിക്കലും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയാണ് ഇന്ന് നിൻ്റെ അവസാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നീ ഒരാളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സെക്രട്ടറി പറയണ എന്നെ രക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ അവിടേക്കാണെങ്കിൽ പോലീസ് വരുന്നുണ്ട് കേട്ടോ. പോലീസ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സെക്രട്ടറി പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവൾ നമ്മുടെ ഹീറോയിൻ്റെ കൊച്ചിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് കേസായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ലൈവ് സ്ട്രീം ആണല്ലോ, അപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പെണ്ണിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ഒന്ന് റിലാക്സ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് പോയതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് നമ്മുടെ ഈ ഡ്രാമ എൻഡ് ആവുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.